ക്രിമിനൽ കേസ് പ്രതിയായ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്ത് എറണാകുളം കുട്ടമ്പുഴ പോലീസ് പ്രൊഡക്ഷൻ വാറണ്ട് തലശ്ശേരി സബ് ജയിലിൽ ഹാജരാക്കി. കോതമംഗലം സിഐയെ ഭീഷണിപ്പെടുത്തിയ കേസിലടക്കം കൂടുതൽ അന്വേഷണത്തിനായി അർജുനെ എറണാകുളത്തേക്ക് കൊണ്ടുപോയി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പോലീസിനെയും വെല്ലുവിളിച്ച കേസിൽ അർജുൻ ആയങ്കിയെ നേരത്തെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തിരുന്നു. തെളിവെടുപ്പിൽ അർജുൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെത്താനായിട്ടുണ്ട്. ബൈജു, ഇന്നെന്താണ് സംഭവിച്ചത്? ഹരി, ഒന്നിനു പിറകെ ഒന്നായി അർജുൻ ആയങ്കിക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കുട്ടമ്പുഴ കേസിലാണ് ഇപ്പോൾ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അതോടൊപ്പം കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡി അപേക്ഷയും നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ 3 പോലീസ് സ്റ്റേഷനുകളിലായി ഇപ്പോൾ കേസുണ്ട്. ഊന്നുകൽ, കുട്ടമ്പുഴ, അതോടൊപ്പം കോതമംഗലം, ഈ 3 പോലീസിലായി ഇപ്പോൾ കേസുണ്ട്. ഇതിലെല്ലാം കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പറയുന്നത്. ഇത് പ്രധാനമായും അർജുൻ ആയങ്കിക്കെതിരെ സ്ഥിരമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുത്തുകൊണ്ട് തന്നെ കാപ്പ ചുമത്താനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് മുന്നോടിയായുള്ള ഇയാളുടെ ഈ ഹിസ്റ്ററി, അതായത് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഹിസ്റ്ററി, അതിന്റെ ഫയൽ നിലവിൽ പോലീസ് എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് കലക്ടർക്ക് കൈമാറും. കലക്ടറാണ് കാപ്പ ചുമത്തുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത്. അതുവരെ പരമാവധി ജാമ്യം ലഭിക്കാതെ ഇയാളെ ജയിലിൽ തന്നെ ഇടുക. ഇപ്പോൾ കണ്ണൂർ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കി 3 ദിവസത്തെ കസ്റ്റഡിയായിരുന്നു പോലീസിന് ലഭിച്ചത്. ആ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഏറ്റവും പ്രധാനം ഈ കേസിൽ നിർണായകമായ ഫോൺ കണ്ടെത്താൻ സാധിച്ചു. അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പോസ്റ്റ് ഇട്ട ആ ഫോൺ കണ്ടെത്താൻ സാധിച്ചു. ഈ ഏറ്റവും ഒടുവിൽ ഞായറാഴ്ച ഇയാൾ പിടിയിലായ അഭിഭാഷകയുടെ വീടിന് സമീപത്ത് നിന്ന്, അവിടെയുള്ള ഒരു ഷൂ റാക്കിൽ നിന്നാണ് ഈ മൊബൈൽ ഫോൺ ലഭിച്ചത്. അതോടൊപ്പം ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലാപ്ടോപ്പും പെൻഡ്രൈവും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ശാസ്ത്രീയമായ ഫോറൻസിക് പരിശോധന നടത്തി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും കണ്ണൂരിലെ കേസിൽ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ എല്ലാ നടപടികളും പൂർത്തിയായി ഇയാൾ ഇപ്പോൾ എറണാകുളത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി എറണാകുളത്തെ കേസുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിൽ വാങ്ങും, അന്വേഷണം ഉണ്ടാകും. ആരൊക്കെയാണ് ഇയാൾക്ക് സഹായം ചെയ്തത്, പണം നൽകുന്നത്, ഒളിവിൽ കഴിയാൻ ഈ മറ്റ് യാത്ര ചെയ്യാനും ഒക്കെ സഹായിച്ചത് ആര്, അത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണം ഉണ്ടാവും. ഏതായാലും ഇയാൾക്ക് കണ്ണൂരിൽ സഹായം ചെയ്ത ആളുകളെ കുറിച്ച് പോലീസ് വിശദമായി ചോദിച്ചറിഞ്ഞു. ഇനി അവർക്കെതിരെയുള്ള നടപടി ഉണ്ടാകും. ഇയാൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ, ഇയാൾ ഇത്തരത്തിൽ ഒളിവിൽ കഴിയുമ്പോഴൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടാൻ സഹായിച്ച ആളുകളെ കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവരുടെ അറസ്റ്റും ഉണ്ടാവും. ഏതായാലും പ്രണവ് എന്ന് പറയുന്ന ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ച ഒരാൾ ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. പയ്യന്നൂർ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇനി കൂടുതൽ അറസ്റ്റ് ഇതിൽ ഉണ്ടാകാനുണ്ട്. അത്തരം നടപടികളിലെ കണ്ണൂർ പോലീസ് കടക്കുമ്പോൾ അർജുൻ ആയങ്കി ഇനി കൊച്ചിയിലാണ്. കൊച്ചിയിലെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കേസ് കൊച്ചിയിലാണ്. അതിൽ നേരത്തെ ജാമ്യം ലഭിച്ച കേസുണ്ട്. കല്യാണ വീട്ടിൽ രാത്രി ഗൂഢാലോചന നടത്തി അറസ്റ്റിലായ ഒരു കേസുണ്ട്. അതിൽ കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് ഇയാളുടെ ജാമ്യം റദ്ദാക്കിയിരുന്നു. അതോടൊപ്പം ഊന്നുകൽ സിഐയെ ഭീഷണിപ്പെടുത്തിയത്, ഇയാളുടെ ഭാര്യയ്ക്ക് അശ്ലീല സന്ദേശം അയച്ച കേസ്, അങ്ങനെ നിരവധി കേസുകളുണ്ട്. അർജുൻ ആയങ്കിയെ ജയിലിൽ നിന്നും പുറത്ത് വിടാതെ പൂട്ടുക, അതാണ് കൃത്യമായി കേരള പോലീസ് ഇപ്പോൾ നടത്തുന്നത്. കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അവഹേളിച്ചു, അപമാനിച്ചു, പോസ്റ്റിട്ടു. അതോടൊപ്പം കേരള പോലീസിനെതിരെയും വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊരു അഭിമാന പ്രശ്നം ആഭ്യന്തര വകുപ്പിന് ആകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അർജുൻ ആയങ്കിയെ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ പൂട്ടുക, അത്തരം നടപടികൾക്ക് ഇപ്പോൾ പോലീസ് കടക്കുന്നു. ഏതായാലും കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഇന്ന് 11 കൂടിയാണ് അർജുൻ ആയങ്കിയെ CJM കോടതിയിൽ തലശ്ശേരി ഹാജരാക്കുന്നത്. പിന്നീട് ഈ പ്രൊഡക്ഷൻ വാറണ്ട്, നേരത്തെ കൂട്ടമ്പുഴ പോലീസ് കൊണ്ടുവന്ന പ്രൊഡക്ഷൻ വാറണ്ട് തലശ്ശേരി സബ് ജയിലിൽ എത്തിക്കുകയും അവിടെ നിന്നിപ്പോൾ അർജുൻ ആയങ്കിയെ വിട്ടുകൊടുക്കുകയും നേരെ കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇനി കോതമംഗലം കേസിൽ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഊന്നുകൽ കേസിലും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും. പരമാവധി കാപ്പ ചുമത്തുന്നതുവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയും ഇത്തരത്തിൽ ഈ ഒരു നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഇയാൾക്ക് സഹായം ചെയ്യുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള ആളുകളെ കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചറിയുക, ചോദ്യം ചെയ്യുക, വിശദമായി ചോദ്യം ചെയ്യുക, അത്തരം നടപടികളിലേക്ക് കേസുകൾ വരിവരിയായി അർജുൻ ആയങ്കിക്കെതിരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാപ്പ ഉൾപ്പെടെ ചുമത്തുമോ എന്നുള്ളത് അറിയേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ അർജുൻ ആയങ്കിയെ സഹായിച്ച വ്യക്തികളിലേക്ക് അന്വേഷണം നീങ്ങുന്നു. അവരാരൊക്കെയാണെന്ന് പോലീസ് കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഉൾപ്പെടെ അർജുൻ ആയങ്കിയെ പുറം ലോകം കാണിക്കാത്ത രീതിയിലുള്ള പൂട്ടാണ് കേരള പോലീസ് ഉന്നം വെക്കുന്നതെന്നും വ്യക്തമാവുന്ന രീതിയിലേക്കാണ് സാഹചര്യങ്ങൾ മാറുന്നത്. KV ബൈജുവാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.